ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പിടി തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വരുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം കേട്ടോ. 300 ഗ്രാം ചിക്കനൊക്കെ ആണെങ്കിൽ ഈ ഒരു പിടി തേങ്ങ മതി. അതായത് അരമുറിൻ്റെ ഒരു കാൽഭാഗം. ഒരു 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ ഒരു അരമുറി തേങ്ങ ഇട്ടാൽ നല്ലതായിരിക്കും. ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടുക. നിങ്ങൾക്ക് എരിവ് അത്ര വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം, പട്ട, ഗ്രാമ്പൂ, വേണമെങ്കിൽ ഏലക്കായ ഇടുക. അല്ലെങ്കിൽ എനിക്ക് ഏലക്കായ വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ചെറിയുള്ളിയോ അല്ലെങ്കിൽ വലിയുള്ളിയോ ഇടുക. എനിക്കിവിടെ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയുള്ളി ആട്ടോ ഇട്ടത്. ചെറിയുള്ളിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കായ്മുളകോ അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ഇടുക. നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പൊളിക്കാൻ മടിയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയ. ബീഫൊക്കെ പ്രത്യേകിച്ച് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ചെറിയുള്ളി വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതിലേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി കളറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും, അധികം ഓവർ സ്പൈസി ആയിരിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഇടുള്ളൂ. ഇത് ശരിക്കും ഒരു 1 പോട്ട് റെസിപ്പിയാണ് കേട്ടോ. അതായത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചപ്പാത്തിക്കും ഗീ റൈസിൻ്റെ സൈഡായിട്ടൊക്കെ കൂട്ടാൻ അടിപൊളിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓയിലൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും. പിന്നെ അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പാത്രത്തിൽ ഇത് തികയൂല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വലിയൊരു കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇത് മാറ്റി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്നൊന്ന് മൂടി വെക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നു കേട്ടോ. ഇന്നലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗണ്ടിന് എന്ത് പറ്റിയെന്ന്. നല്ല ജലദോഷമാണ്, നല്ല ഐസ്ക്രീം കഴിഞ്ഞ ആഴ്ച പോയി തട്ടിയിട്ട്. അപ്പോൾ അത് ഇനി എപ്പോഴാണ് മാറാന്നറിയില്ല. ഐസ്ക്രീം കണ്ടാൽ കൺട്രോൾ കിട്ടൂലല്ലോ, അതാണല്ലോ പ്രോബ്ലം. അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നന്നായിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഓയിലൊക്കെ പുറത്ത് വന്ന് ഒന്നൊന്ന് കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങയില്ലേ നേരത്തെ വറുത്തത്, അതൊന്നും കൂടി ഇടുക. എൻ്റെ ഗോൾഡൻ ബ്രൗൺ അത്ര ആയിട്ടില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഗോൾഡൻ ബ്രൗൺ ആയാൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് കുറച്ചൊരു ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ മൂടി വെച്ചിട്ട് വേവിക്കുക. അല്ല നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണ്ടെങ്കിൽ മൂടി തുറന്നിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കറിവേപ്പിലയോ മല്ലിയിലോ എന്ത് വേണമെങ്കിലും ഇട്ട് ഗാർണിഷ് ചെയ്യുക. നമ്മളെ കോക്കനട്ട് ചിക്കൻ വറവൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഇട്ട പേരാണ്, എൻ്റെ ഉമ്മ പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല തേങ്ങൻ്റെ ഒരു ഫ്ലേവറും ചിക്കനും ആ ഒരു എരിവും സ്പൈസിയൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും വേഗം പോയി ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഇതേപോലത്തെ ഈസി തട്ടിക്കൂട്ട് റെസിപ്പീസിന് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.